നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളർക്കാട് സ്വദേശി തറമേൽ ഞാലിൽ വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തിനു ശേഷം നിർത്താതെ പോയ ലോറിയെ അതുവഴി വന്ന മറ്റൊരു ബൈക്ക് യാത്രക്കാരൻ പിന്തുടർന്ന് മറികടന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട സുധീഷിന്റെ സ്കൂട്ടർ ലോറി 100 മീറ്ററോളം ദൂരേക്ക് വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം വരുത്തിയ ലോറിയും ഡ്രൈവറും കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെയും ഓപ്പറേഷൻ തൂഫാന്റെയും ഭാഗമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സംഘടിപ്പിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം കായിക പ്രേമികൾക്ക് ആവേശമായി. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ സ്കൂൾ ടീം തന്നെ വിജയികളായി. ലാലിഗ തൊഴിയൂർ റണ്ണറപ്പായി. ടെമ്പിൾ പോലീസ് ടീം 3ാം സ്ഥാനം നേടി. ഗുരുവായൂർ ACP വി സുരേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ മത്സരത്തിൽ പങ്കെടുത്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, MA ആസിഫ്, ബാലൻ വാർനാട്ട്, മാധ്യമപ്രവർത്തകരായ R ജയകുമാർ, KV സുബൈർ, KS പാർവതി തുടങ്ങിയവർ വിവിധ ടീമുകളെ പ്രതിനിധീകരിച്ച് കളത്തിലിറങ്ങി. അഴിമതിയും വർഗീയതയും മുഖ്യധാരയായ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കും ജനകീയ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ബദൽ രാഷ്ട്രീയമാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലപ്പെട്ടിയിൽ സംഘടിപ്പിച്ച പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വന്നവർക്കുള്ള സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സാമൂഹിക രംഗങ്ങളിൽ നിന്നും വെൽഫെയർ പാർട്ടിയിലേക്ക് പുതുതായി കടന്നുവന്നവർക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും വേദിയിൽ നടന്നു. മണ്ഡലം സെക്രട്ടറി CV ഖലീൽ, വാർഡ് മെമ്പർ നൂർജഹാൻ, വിമൻസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി റുക്സാന, ഫ്രട്ടേണിറ്റി പ്രതിനിധി ഹുദ യൂനസ്, പ്രവാസി വെൽഫെയർ പ്രതിനിധി അബ്ദുറഹ്മാൻ ഫാറൂഖി, ക്യാമ്പയിൻ കൺവീനർ K ഇസ്മായിൽ തുടങ്ങി പോഷക സംഘടനാ ഭാരവാഹികൾ സംസാരിച്ചു. പെരുമ്പടപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കാസിം ഐരൂർ സമാപന പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കബീർ കാപ്പിരിക്കാട് നന്ദിയും പറഞ്ഞു. വാഗ മാലതി UP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക VV സ്മിത ലഹരിയുടെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവിപത്തായ ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ എല്ലാ വിദ്യാർത്ഥികളും അണിചേരണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. സ്കൂൾ ലീഡർ AV ശ്രീയ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ദിനാചരണത്തിന്റെ ഭാഗമായി അരങ്ങേറി. വിദ്യാർത്ഥികൾ അണിനിരന്ന ലഹരി വിരുദ്ധ റാലിയും പ്രസംഗം, പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അധ്യാപകരായ അനിത, മെസ്മിൻ എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ സിറ്റി ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MA ജിജി മുഖ്യാതിഥിയായി. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചും യുവതലമുറ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ സന്ദേശം നൽകി. അക്കാദമിക് കൗൺസിലർ നീന, PTA പ്രസിഡന്റ് KA ബെൻസ് എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ കോർഡിനേറ്റർ ജീജ ഷോബി വിവിധ മത്സരങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു. ലഹരി വിരുദ്ധ റാലി, മൈം, ഫ്ലാഷ് മോബ്, മുദ്രാവാക്യ രചനാ മത്സരം, പ്ലക്കാർഡ് നിർമ്മാണം, പ്രസംഗ മത്സരം, പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ്, സിസ്റ്റർ ലിനറ്റ് എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ റഹ്മത്ത് ഇംഗ്ലീഷ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. സ്കൂളിൽ സംഘടിപ്പിച്ച അക്ഷരമുറ്റം പരിപാടി മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുലോചന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ സത്താർ ഹുദവി അധ്യക്ഷനായി. വിദ്യാർത്ഥികൾ കവിതാലാപനം, പുസ്തക പരിചയം, വായനാ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, കഥാവതരണം, പ്രസംഗങ്ങൾ തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂളിലെ വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ആകർഷകമായ ലൈബ്രറി കോർണറുകൾ ഒരുക്കുകയും വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ MK മുഹമ്മദ് ഫാസിൽ സ്വാഗതവും ഗൈഡ് ക്യാപ്റ്റൻ റഹീന ടീച്ചർ നന്ദിയും പറഞ്ഞു.
കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. മാറുന്ന ലോകത്തിൽ ക്രിസ്തീയ സാക്ഷ്യം എന്ന വിഷയത്തിൽ ജൂലൈ 5 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കുന്നംകുളം ഇൻ ക്രൈസ്റ്റ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലാണ് മത്സരം. വിജയികളാകുന്നവർക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ ക്യാഷ് പ്രൈസുകൾ നൽകും. 4 മുതൽ 10ാം സ്ഥാനം വരെയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്ട്രേഷനായി 79 94 79 54 72 70 25 40 80 02 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചരമം: കാണിപ്പയ്യൂർ പരേതനായ ചെറുവത്തൂർ കൊട്ടിലിൽ കുര്യാക്കോസ് ഭാര്യ ബേബി മാത്യു നിര്യാതയായി. 100 വയസ്സായിരുന്നു. റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥയാണ് പരേത. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടക്കും. പരേതനായ CK പ്രദീപ് മകനാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.